എനിക്ക് മത്സരിക്കണം ക്ലാസ് ലീഡർ ഇലക്ഷന്. നിനക്കോ? അതൊന്നും വേണ്ട, യോഗ്യതയുള്ളവർ മത്സരിക്കട്ടെ. ഇല്ല, ഇവനൊക്കെ വേണ്ടി ആര് വോട്ട് ചെയ്യാനാ? 1, 2, 3 വോട്ട് കിട്ടും. വേറെ ആരി? ഞാൻ ചെയ്യും. ശരി, 4 വോട്ട്. എടാ, അതിനുവേണ്ടി ഇലക്ഷനൊക്കെ നടത്തി വെറുതെ സമയം കളയണോ? അതൊന്നും വേണ്ട, അമ്പാടി നിന്നോളൂ. അതെ, പിന്നെന്താ അവൻ നിന്നാ? എന്താ ഇവിടെ ഒരു ബഹളം? ഇലക്ഷന്റെ ചർച്ച നടക്കുക. ഇലക്ഷൻ്റെ എന്ത് ചർച്ച? അല്ല സാറേ, അമ്പാടിയാണല്ലോ സ്ഥിരം ലീഡർ. ഇത്തവണ അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണം എന്ന്. ഈ സാറിനെ ആഹാ, ലീഡറാവണം അല്ലേ? അതെ അതെ, വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാ. സാറൊന്നിപ്പോൾ കേട്ടോ? ശരിയല്ലേ സാറേ? ശല്യങ്ങളാ. അനുസരണ എന്ന് പറഞ്ഞാൽ ഇവന്റെ ശ്രീകുട്ടൻ നിന്നാ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവനൊക്കെ ഇലക്ഷനിൽ നിന്നാ എന്താ പ്രശ്നം? ഇവനൊക്കെ കാണിച്ചു കൂട്ടി സാർ ഇന്നലെ കണ്ടല്ലേ? ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ? ആ ബുക്കിങ്ങ ശ്രീകുട്ട ഒപ്പിട. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു കാണി അവനെ കാണാതായി സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് തന്നെ അവനെ തിരിച്ചു കിട്ടി. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ട ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ. പക്ഷേ അന്ന് ചെറുക്ക ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓടുകയാണ് സുഹൃത്തുക്കളെ. അത് കാരണം എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ 2-3 ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു സുഹൃത്തുക്കളെ. ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പോൾ ഫോട്ടോ എടുക്കണ. അല്ല, എൻ്റെ മോൻ അന്ന് കാണാതായ. അയ്യോ, പിന്നെ കാണാതായ? അല്ല, നിൽക്കണ പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു. ഈ ജാംബവാന്റെ വിഷ്ണുവിന്റെ മിസ്സിംഗ് കേസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം. ഇതൊരു അച്ഛൻ്റെ എൻ്റെ പൊന്ന് സാർ, എൻ്റെ മോനാണ് ഈ നിൽക്കണത്, വിഷ്ണു. മനസ്സിലായോ? ശരിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, പറ്റിയ അബദ്ധം എന്റേതാണ്. ജാംബവാനെ അല്ല കാണാതെ പോയത്, ഞാനാണ് ജാംബവാനെ കാണാതെ. ജാംബവാനല്ല സാറേ, വിഷ്ണു. ശരി. മതി കട്ടി ഇതൊക്കെ കൊണ്ട് വല്ല കാര്യം ഉണ്ടാടാ? നമുക്ക് നോക്കണ്ണ, എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. എന്തായാലും 19 പേര് കണ്ടു. കേട്ടണോക്കെയാണ് അണ്ണാ, ഈ ദേശത്തിൽ അവനൊന്നും ചെയ്യില്ല. സാറുമാരെന്തത്ര നേരത്തെ? മിന്നുസും പൊന്നുസൊന്നുമില്ല, ദിവസം വന്നോളും ഓസിന് കൂച്ചാൻ. ചുമ്മാ പറഞ്ഞാണ്, മിന്നുസൊക്കെ തരാം. വേണ്ട. എടാ, നീയൊക്കെ അല്ല അവന്റെ മോഡൽ നശിപ്പിച്ചെന്ന് എല്ലാരും അറിഞ്ഞല്ലേ? പിന്നെ എന്തെത്ര വിഷമം നിനക്കൊക്കെ? അതൊന്നും അല്ല. പിന്നെ ക്ലാസ്സിലെ ഇലക്ഷന് പേരെടുത്തു. ആര്? വേറെ ആര്? ശ്രീകുട്ടൻ. എന്തിന്? എന്തോ അമ്പാടി കിട്ടുന്ന പണിയാൻ. സീരിയസ് ആയിട്ടാണ്? നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടെ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക്. എന്നിട്ട് 4 ലക്ഷം പടി, എന്നിട്ട് ഒരുത്തന്നെ പണിയാൻ നോക്കാം. അവനൊക്കെ പണിയാൻ നടക്കണം. പിന്നെ മേസ്തരിയല്ലേ പണിയാൻ. ഗുഡ് മോർണിംഗ് രമ്യ.
മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. ആരോന്നിന്റെ പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. എങ്ങനെ? ധർമ്മബോധമുള്ളതാണ്. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ച് മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ്, കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്? Who is the author of How Far is the River? Yes. റസ്കിൻ ബോണ്ട്. Good. ഇരിക്കും. So, the story How Far is the River was written by Ruskin Bond. In this story, what prevented the boy from seeing the river? എടാ മൗണ്ട Badi പറ. Sir, the big mountain. Middle. What did the boy hear about the river from the villagers? സാർ About the fish and rocks in the water. ഇരിക്കും. എനിക്ക് വയ്യ. Why did the boy like to walk barefooted? Anasa പറ. He likes the feel of warm stones and cool grass. Good. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. എല്ലാവരും എണീക്ക്. കമോൺ, വാ, ബാഗ് കൂടെ എടുത്തു. ബാടി, നിങ്ങളെല്ലാവരും എണീക്ക്. നിങ്ങൾ ഫ്രണ്ടിൽ പോരി. പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം. എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബുക്കടച്ചോ. നമുക്ക് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. അത് പഠിച്ചില്ലല്ലോടാ. Look deep into nature and then you will understand everything better. ഇതാര് പറഞ്ഞ? ശ്രീകുടെ പറ. ആര് പറഞ്ഞത്? അറിയില്ലേ? പഠിച്ചതല്ലേ? ശരി, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. What is the name of the first chapter? പറ. പറടാ. What is the name of the first chapter? അവിടെ പറ. അവിടെയോ? അവിടെ ആർക്കും അറിയോ? അമ്പാടി Sir, പറ. nature's plenty. അതാണ്. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് പഠിക്കണം. നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. എണീച്ച് പുറകിപ്പോടാ. എന്തൊക്കെ ആയിരുന്നു പൊടി പറത്തണ്, ഉത്തരം പറയണ്, സ്ലോ മോഷനിൽ നടക്കണ്, ഓടിക്കാം.
ഇതൊക്കെ ആരോട് പറയാ? കേസുമായി. എന്താ നീയൊക്കെ പോട്ടെ ഒന്നൂടാ. എന്തിന്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു. പൂർത്തി ചുമ്മാ കിളത്തല്ലേ. നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. എന്തിന്? സാറുമാരെ വിളിക്കാനല്ലേ? ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ല, നമ്മളാണ് വോട്ട് ചെയ്യണം. അല്ലേ തന്നെ നിനക്കൊക്കെ ആര് വോട്ട് ചെയ്യാൻ? അതിപ്പോ നമ്മളാലും നീ ഒന്ന് അഞ്ചും. ഞാനോ? എപ്പ? നീ ക്ലാസ് വെച്ച് കൈ അത് പിന്നെ നിനക്കൊക്കെ മതിയാ മാസ്, എനിക്ക് വേണ്ടേ? എടാ പൃഥ്വിരാജ്, എന്തോന്ന് പൊണിത്തരാച്ചി പൂർത്തി, അത് മതി. എന്നാലും ഈ പിള്ളേരെ വിളക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ വിളിക്കാം, അതും ഫ്രണ്ട് ബെഞ്ച്, മീനാക്ഷിയുടെ ബെഞ്ച്. പക്ഷെ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. അതൊന്നും പറ്റൂല, ഞാനാണ് സെക്കൻഡ് ലീഡർ. എങ്ങനെ? അപ്പൊ ഞാനാ അതവിടെ പോയി. അവന്റെ ഒരു കെണി. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞിട്ട് പോടാ പ്ലീസ്.